വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് സ്മിത. ഞാനിപ്പം യു കെയിലെ കാര്യം പറയാനല്ല വന്നത്. ഞാനിപ്പോൾ യു കെയിലാണ്, പക്ഷേ ഓസ്ട്രേലിയയിലെ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. വിസയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്നാണ് പറഞ്ഞത്. ഒരു ഓൾഡ് കാറ്റഗറി വിസ തന്നെയാണ്. പക്ഷേ ഈ ഒരു വിസ കാറ്റഗറിയിലേക്ക് ഇന്ത്യ, വിയറ്റ്നാം, ചൈന എന്നീ കൺട്രീസിനെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് ഒക്ടോബർ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹൈ ഡിമാൻഡ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്നാണ് അറിയപ്പെടുന്നത്. എലിജിബിൾ ആയിട്ടുള്ള കൺട്രീസിന് ഒരു പ്രീ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട് ഒരു ബാലറ്റ് സിസ്റ്റം. അത് ഒക്ടോബർ 1 മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓരോ കൺട്രിയിലും ഓരോ രജിസ്ട്രേഷൻ പ്രോസസ്സും അതുപോലെ സെലക്ഷൻ ക്രൈറ്റീരിയയും ഡിഫറെൻ്റ് ആണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഇമിഗ്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതിന് ഇമ്മി അക്കൗണ്ട് എന്നാണ് പറയുന്നത്. നമ്മളൊരു ഇമിഗ്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുകയും ചെയ്യാം. ഇനി 18 മുതൽ 30 വയസ്സിനുള്ളവർക്കായിരിക്കും ഈ ഒരു വിസ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 18നും 30നും ഇത് അപ്ലൈ ചെയ്യാം. നമ്മുടെ യു കെയിലെ യൂത്ത് മൊബിലിറ്റി വിസയുടെ ടൈപ്പ് തന്നെയാണ് ഇതും. വേണ്ടത് പാസ്പോർട്ടാണ്. ഒരു നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് വേണം. നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു പാൻ കാർഡാണ് വേണ്ടത്. പിന്നെ അതുപോലെ ഒരു വാലിഡ് ഇമെയിൽ അഡ്രസ്സ് വേണം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫോമിനകത്ത് ഡിക്ലറേഷൻ ഫോം നമ്മൾ അഗ്രി ചെയ്യണം. അതുപോലെ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ കൊടുക്കണം. ഓസ്ട്രേലിയയിൽ കറൻ്റ്ലി ഉള്ളവർക്കോ വെളിയിൽ നിന്നുള്ളവർക്കോ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇമിഗ്രേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. വൺസ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഡ്രാഫ്റ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസ് ഒക്കെ പാസ്പോർട്ട് നമ്പറും നമ്മുടെ നെയിമും നമ്മുടെ ID കാർഡുകളും എല്ലാം രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു എങ്കിൽ നമുക്കത് ഡ്രാഫ്റ്റിൽ ഇട്ടിട്ട് നമുക്ക് പിന്നീട് സേവ് കിടക്കും. നമുക്ക് പിന്നീട് വീണ്ടും അത് എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ഫീ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് എന്നുള്ളത് മാറി റിസീവ്ഡ് എന്ന ഫോമിലേക്ക് മാറും നമ്മുടെ രജിസ്ട്രേഷൻ ഫോം. ഇനി ഓരോ പ്രോഗ്രാമിനും ഓരോ കൺട്രീസിനും ഡിഫറെൻറ്റ് രജിസ്ട്രേഷൻ പീരീഡ് ആണ്. അതായത് എലിജിബിൾ കൺട്രിയുടെ ബാലറ്റ് സിസ്റ്റത്തിൽ സ്പെസിഫൈ ചെയ്തിരിക്കും. നമ്മുടെ ഇന്ത്യയുടെ ബാലറ്റ് സിസ്റ്റത്തിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കും. ഇന്ത്യയിലെ ബാലറ്റ് സ്റ്റാറ്റസ് ഇപ്പോൾ ഓപ്പൺ ആയ ഡേറ്റ് 1-ാം തീയതി ആയിരുന്നു. ഇനി ക്ലോസ് ആകുന്നത് 31/10-നാണ്. അപ്പം അത്രയും ഡ്യൂറേഷൻ ഉണ്ട് നമുക്ക് ഇത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. ഇനി സെലക്ഷൻ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് 14-ാം തീയതിയും ക്ലോസ് ചെയ്യുന്നത് 30/4-ലാണ് 2025. ആഫ്റ്റർ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് വൺസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ റിസീവ്ഡ് എന്നാകും സ്റ്റാറ്റസ്. നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പാസ്പോർട്ട് റിന്യൂ ചെയ്തെന്ന് വെച്ചോ, നമുക്ക് അപ്ഡേറ്റിൽ പോയി പാസ്പോർട്ടിൻ്റെ നമ്പറൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ വൺസ് നമ്മുടെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അക്നോളജ്മെൻറ്റ് കിട്ടും. ഒരു രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ മെയിലും നമുക്ക് വരും. പിന്നെ ഈ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് റിസീവ്ഡ് എന്ന് സെലക്റ്റഡ് എന്ന് ആവണമെങ്കിൽ നമ്മൾ സെലക്ട് ആവണം. അത് പിന്നീട് പറയാം, ഞാൻ അത് ഇങ്ങോട്ട് വരുമ്പോൾ പറയാം. ഒരു ക്രൈറ്റീരിയൻ ബേസ് ചെയ്തല്ല നമ്മളെ സെലക്ട് ചെയ്യുന്നത്. ഓട്ടോമേറ്റഡ് സെലക്ഷൻ പ്രോസസ് ആണെന്ന് വ്യക്തമായിട്ട് ഇമിഗ്രേഷൻ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ആയാൽ ഉടനെ തന്നെ നമുക്ക് സെലക്ഷൻ മെയിൽ വരും. പക്ഷേ അതിൽ നമുക്ക് വിസ ഗ്യാരണ്ടി ആണെന്നോ അല്ലെങ്കിൽ നമുക്ക് വിസ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി നമുക്ക് ആയെന്നോ അത് ഒരു ഗ്യാരണ്ടിയും ഇല്ലെന്നാണ് അവരതിൽ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് മെയിൽ വരത്തില്ല. ഇതാണ് സെലക്ഷൻ കിട്ടാഞ്ഞത് എന്നുള്ളതിൻ്റെ കാരണം ചോദിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ക്വയറീസ് ഇട്ട് കഴിഞ്ഞാൽ അവർ റിപ്ലൈ ചെയ്യില്ല എന്നും അതിൽ കിടപ്പുണ്ട്. ഇപ്പം നമ്മുടെ 3 കൺട്രീസിൽ നിന്ന് ആൾക്കാർ മെയിൽ ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അവർ ഓൾറെഡി പറയുന്നുണ്ട് ഓട്ടോമേറ്റഡ് സെലക്ഷൻ ആണ്, ഒരു ക്രൈറ്റീരിയൻ ബേസ് ചെയ്തല്ല സെലക്ഷൻ എന്ന്. അത് തന്നെയാണ് ഇതിന് പേര് വന്നത് ലോട്ടറി വിസ എന്ന്. ലക്കി ഡ്രോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. 1000 പേർക്കാണ് ഈ ഒരു വിസ കിട്ടുന്നത്. നിങ്ങൾ വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ 2025-30 വരെ നിങ്ങളുടെ ഈ ബാലറ്റിൽ നമ്മുടെ ഇന്ത്യൻ ബാലറ്റ് സിസ്റ്റത്തിൽ ഇത് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കും. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒരാൾക്ക് ഒരു വട്ടമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രജിസ്ട്രേഷൻ പ്രോസസ് എന്നൊക്കെ നോക്കി 12 months ഡ്യൂറേഷൻ ആണ്. നമുക്കിത് 4 months വരെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി വർക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഹോളിഡേ വർക്ക് വിസ എന്നുണ്ട്, സെക്കൻഡ് ഹോളിഡേ വർക്ക് വിസ എന്നുണ്ട്, തേർഡ് ഹോളിഡേ വർക്ക് വിസ കാറ്റഗറി ഉണ്ട്. ഇനി ഫസ്റ്റ് ഹോളിഡേ വർക്ക് വിസ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് അയക്കുന്നത് അതിൽ $650 ആണ് പറയുന്നത്. സെക്കൻഡ് ഹോളിഡേ വർക്ക് വിസ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഹോളിഡേ വർക്ക് വിസയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടി നമ്മളൊരു 3 months എങ്കിലും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഹോളിഡേ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. സെയിം ഡ്യൂറേഷൻ ഉണ്ട് 12 months. അതുപോലെ സെയിം വിസ ഫീ ആണ്. ഇനി തേർഡ് ഹോളിഡേ വർക്ക് വിസ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. നമ്മുടെ സെക്കൻഡ് ഹോളിഡേ വർക്ക് വിസയിൽ ഒരു 6 months എങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഹോളിഡേ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതും സെയിം ഫീസ് തന്നെയാണ്. അപ്പോൾ അപ് ടു നമുക്ക് 3 years വരെ എക്സ്റ്റൻഷന് പോസിബിൾ ആണെന്നാണ് ഇത് പറയുന്നത്. എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും പോസ്റ്റ് സെക്കൻഡറി സ്റ്റഡി ഏതെങ്കിലും കോഴ്സ് ചെയ്തിരിക്കണമെന്ന്. അതായത് +2 കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സോ ITIയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ചെയ്തിരിക്കണമെന്ന് അർത്ഥം.
ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ് പറയുന്നത്. അത് നമുക്ക് UK, US അങ്ങനത്തെ കൺട്രീസൊക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ട. ന്യൂസിലൻഡ്, കാനഡ അവിടത്തേക്ക് സിറ്റിസൺ ആണെങ്കിൽ. ഇനി നമ്മളെപ്പോലുള്ളവർക്കാണെങ്കിൽ നമ്മുടെ പ്രൈമറി സ്കൂളിംഗ് കുറച്ച് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. നമ്മുടെ ഈ ലാംഗ്വേജ് മെയിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ നടന്നിരുന്നത് ഒരു 5 വർഷമെങ്കിലും സ്റ്റഡി പീരീഡിൽ നമ്മൾ ഇംഗ്ലീഷ് ആയിരുന്നു നമ്മുടെ മെയിൻ ഇൻസ്ട്രക്ഷണൽ ലാംഗ്വേജ് എങ്കിൽ അത് മതി. അതുപോലെ കുറച്ചേറെ ക്രൈറ്റീരിയാസ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെയിനായിട്ട് എടുത്ത് വന്നിട്ടില്ല എങ്കിൽ നിങ്ങളൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവണം. ആ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെയും ക്രൈറ്റീരിയാസ് അത് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇപ്പോൾ ഡിഗ്രി ഇപ്പോൾ 3 വർഷം നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരുന്നു, നിങ്ങളുടെ ഇൻസ്ട്രക്ഷണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു. അതുപോലെ നിങ്ങളുടെ +1 +2 ഇൻസ്ട്രക്ഷണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് വേണ്ട. ആ ലിങ്കിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ അതുപോലെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ജസ്റ്റ് ഒന്ന് കയറി നോക്ക്. അത് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്വയറി ഇടാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നേരിട്ട് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട് അതിൽ ക്ലിയർ ചെയ്ത് തരും. അതല്ല നിങ്ങൾക്ക് വീണ്ടും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പാണെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ വിളിക്കരുത്. ചിലപ്പം ഞാൻ ജോലിയിലാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഞാൻ അതിന് റിപ്ലൈ തന്നിരിക്കാം, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇത് ലോട്ടറി വിസ എന്ന് പറയാൻ കാരണം നമുക്ക് ലക്കി ഡ്രോ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആദ്യത്തെ 1000 പേർക്ക് നമുക്ക് സെലക്ട് ചെയ്യുന്ന ആദ്യത്തെ 1000 എന്നല്ല, സെലക്ട് ചെയ്യുന്ന 1000 പേർക്ക് ഓസ്ട്രേലിയയിൽ പോയി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വേറെ വർക്ക് വിസ പ്രോസസ്സിന് ഇതൊരു ഹെൽപ്പുമായിരിക്കും. എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.